ആഷ്ലി ജോയി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ആഷ്ലി, ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി ഈ വാർത്ത വളരെ സജീവമായി നിൽക്കുന്നു. അപ്പോഴാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണമൊക്കെ ഫേസ്ബുക്കിലൂടെയൊക്കെ വന്നത്. ഇനി ഇതുവരെ ഈ സമയമായിട്ട് എന്തെങ്കിലും ഒരു ഇടപെടൽ, ഈ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ? ഈ ക്ഷാമം അത് തുടരുന്ന കാഴ്ച തന്നെയാണോ? ആഷ്ലി, നമുക്കറിയാം സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം വളരെയധികം കൂടുകയാണ്. അതുപോലെ തന്നെ കോവിഡ് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ള സംസ്ഥാനമായി നമ്മുടെ കേരളം മാറിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിൽ ഒന്നും തന്നെ മരുന്നുകൾ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ മരുന്നുകൾ കിട്ടാനില്ല എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി രോഗികളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പരാതിയാണ് ഇത് സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. ഇത് നേരിട്ടും അല്ലാതെയും ഒക്കെ തന്നെ ഈ രോഗികൾ വകുപ്പിനെ അറിയിച്ചിരുന്നെങ്കിലും യാതൊരുവിധ നടപടികളും ഈ നേരം വരെയും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്നലെ നമുക്കറിയാം ഇത് സംബന്ധിച്ച് ഈ വാർത്തകളിൽ ആരോഗ്യമന്ത്രി തന്നെ പ്രതികരിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിലൊരു വിഷയമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നില്ല. സർക്കാർ ആശുപത്രികളുടെ ഫാർമസികളിൽ മരുന്നുകളെല്ലാം തന്നെ സ്റ്റോക്കുണ്ട്. ഇത് വെറും മാധ്യമ സൃഷ്ടി മാത്രമാണ് എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് ഫേസ്ബുക്കിൽ ആരോഗ്യമന്ത്രി ഇന്നലെ കുറിച്ചത്. എന്തായാലും രോഗികൾക്ക് തന്നെ ഇതേക്കുറിച്ച് പറയാമെന്ന് കരുതുന്നു. കാരണം മന്ത്രി ഇത്തരത്തിൽ ഒരു പ്രശ്നം നിലവിലില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഈ വിഷയത്തിൽ വസ്തുത എന്താണ്, യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് നമുക്ക് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. ചേട്ടന് എന്തായിട്ടാണ് വന്നത്? എന്താ? എനിക്കല്ല, വൈഫിനാണ്. ഷുഗറിന് BP പരിശോധിച്ച് വെള്ളത്തെ നിട്ടതാണ്. എത്ര മരുന്നുകൾ, എല്ലാ മരുന്നും കിട്ടിയോ ഇവിടുന്ന്? ഇല്ല, ഇവിടുന്ന് എല്ലാ മരുന്നും കിട്ടിയില്ല. 3 ഐറ്റം മരുന്ന് പുറത്തുനിന്ന് എടുക്കേണ്ടത്. കാണിക്കാമോ ചേട്ടാ? ഈ മരുന്നുകളൊക്കെ വാങ്ങിക്കാൻ നേരത്തെ ചോദിച്ചിരുന്നില്ലേ എന്താ മരുന്ന് ഉണ്ടോ എന്ന് ചോദിച്ചോ? എന്താ ഇവിടെ ഒന്ന് ബാക്കി പുറത്തുനിന്ന് എടുക്കണമെന്നാ പറഞ്ഞത്. വാങ്ങിക്കണമെന്ന് പറഞ്ഞു. ഈ മരുന്നുകൾ ബാക്കി 3 എണ്ണവും പുറത്തുനിന്നാണ് വാങ്ങിയത്. എത്ര രൂപയായി പുറത്തുനിന്ന് വാങ്ങിക്കാൻ? എത്ര രൂപയായി? എല്ലാം കൂടി 450 രൂപ. 450 രൂപയോളം പുറത്തുനിന്നാണ് വാങ്ങിച്ച മരുന്ന്. എത്ര ദിവസത്തേക്കുള്ള മരുന്നുകളാണ് വാങ്ങിക്കാൻ പറഞ്ഞത്? 15 ദിവസത്തേക്ക്. ഇതാണ് വിഷയം, ഇവിടുത്തെ സ്ഥിതി ഇതാണ്. കാരണം നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ ഇത് ഞാനിപ്പോൾ നിൽക്കുന്ന ഫാർമസിയുടെ മുൻപിലാണ്, ജനറൽ ആശുപത്രിയിലെ ഫാർമസിയുടെ മുൻപിലാണ്. ഇവിടുത്തെ തിരക്ക് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെയുള്ളൂ. അത്രയധികം രോഗികളാണ്. ഇത് ടോക്കൺ എടുക്കാൻ, ഈ മരുന്ന് വാങ്ങിക്കാനുള്ള ടോക്കൺ എടുക്കാനുള്ള ക്യൂ ആണ്. അത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്തേക്കാണ് പിന്നെ ഈ മരുന്ന് വാങ്ങിക്കാനുള്ള നീണ്ട നിരയുണ്ട്, കാത്തിരിക്കുന്നവരുണ്ട്. എല്ലാവർക്കും പറയാനുള്ളത് ഇതേ കാര്യം തന്നെയാണ്. പല രോഗങ്ങളായി വരുന്നവരുണ്ട്, അവശ്യ മരുന്നുകളൊന്നും തന്നെ കിട്ടാനില്ല. എല്ലാവർക്കും 2-3 മരുന്നുകളൊക്കെ കിട്ടാനുണ്ട്. എല്ലാവരോടും ഇവിടെ നിന്ന് പറയുന്നത് പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മരുന്നുകൾ വാങ്ങിക്കണം എന്നുള്ളതാണ്. ഇവിടെ നിലവിൽ മരുന്നുകൾ സ്റ്റോക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ എത്തുന്ന രോഗികൾക്ക് ഇവിടെയുള്ള അധികൃതർ പറയുന്ന മറുപടി. എന്തായാലും മന്ത്രി ഇങ്ങനെയൊരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ രോഗികൾ തന്നെ ഈ ഡോക്ടർമാർ എഴുതിയ കുറിപ്പുമായി നമ്മളെ സമീപിക്കുകയാണ്. കാരണം അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്, മരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ അടിയന്തരമായി തന്നെ ഇടപെടൽ വേണം. കാരണം നമുക്കറിയാം പനിക്കാലമാണ്, രോഗികളുടെ എണ്ണം കൂടുതലാണ്. സാധാരണ രീതിയിൽ ഈ ആശുപത്രികളിൽ മരുന്ന് എത്തിക്കുന്നത് ഓരോ വർഷവും ഓരോ സാമ്പത്തിക വർഷത്തിൻ്റെയും തുടക്കത്തിൽ തന്നെ ഈ ആശുപത്രിയിൽ നിന്ന് ഈ ഒരു വർഷത്തേക്ക് എത്ര മരുന്നുകൾ വേണമെന്നുള്ള കണക്കുകളെല്ലാം തന്നെ മുൻകൂട്ടി നൽകാറുള്ളതാണ്. എന്നാൽ ഈ കണക്കുകളിൽ വന്ന പാകപ്പിഴയാണ്, അല്ലെങ്കിൽ ഈ കണക്ക് കൊടുക്കുന്നതിലുള്ള വീഴ്ചയാണ് ഇത്തരത്തിൽ വലിയ പ്രശ്നത്തിലേക്ക്, ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ നയിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ വിവരങ്ങളാണ് ആഷ്ലി പങ്കുവച്ചത്. നമുക്കറിയാം വലിയ തിരക്കുള്ള ആശുപത്രിയാണ്, എപ്പോഴും 100 കണക്കിന് പേർ ചികിത്സ തേടുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ 450 രൂപയ്ക്ക് ഉള്ള മരുന്ന് അത് പുറത്തുനിന്ന് വാങ്ങേണ്ട സ്ഥിതിയിലേക്ക് ആളുകൾ എത്തുന്നത്. ഇനി കോഴിക്കോട് നിന്ന് രാഹുൽ KV കൂടി വിവരങ്ങൾ പങ്കുവയ്ക്കും. ചില പ്രതികരണങ്ങൾ കൂടി നോക്കിയ ശേഷം. തീരല്ലോ അതിപ്പോൾ അത് പുറത്തുനിന്ന് ഇപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങണം. അപ്പോൾ അതാ ഇതേമായിട്ടുള്ള കണ്ടമാനം ആൾക്കാർ ഒരുപാട് നിൽക്കണേണ്ടില്ല. ഞങ്ങൾ ഇപ്പോൾ കുറച്ച് നേരം വരി നിന്നിട്ട് കഴിഞ്ഞിട്ട് അറിയാം മരുന്നില്ല എന്ന് പറയാം. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം. മരുന്ന് എഴുതിയിട്ടുണ്ട് മൊത്തം 6 മരുന്ന്. അതിലെണ്ണം കിട്ടി? അതിലിപ്പോൾ 2 കിട്ടിയിട്ടുള്ളൂ, 4-5 കിട്ടാണ്ട്. 4 പുറത്തുനിന്ന് വാങ്ങണം. ഇപ്പം മെഡിസിൻ ആകെ ഇവിടെ ഷുഗറിൻ്റെ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പുറത്തുനിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ മിക്ക ടെസ്റ്റുകളും ഇവിടെ ഇല്ല, ടെസ്റ്റുകളൊക്കെ പുറത്തുനിന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. രാത്രി കാലങ്ങളിൽ ഇവിടെ രാത്രിയൊക്കെ 12 മണിക്ക് ടെസ്റ്റിന് എത്തിക്കുകയാണെങ്കിൽ അത്
ഇവിടെ വെച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. കുറേ ഡോറിന് വിട്ട് ബെല്ല് സംവിധാനം ഇല്ല സിസ്റ്ററെ വിളിക്കാനുള്ള.